കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ ദേശീയ പണിമുടക്കിൽ വലഞ്ഞ് ജനം. പൊതുഗതാഗതം താറുമാറായതോടെ ദീർഘദൂര യാത്രക്കാർ ദുരിതത്തിലായി. പലയിടങ്ങളിലും KSRTC ബസ്സുകൾ തടഞ്ഞു. കൊല്ലത്ത് KSRTC ജീവനക്കാരന് മർദ്ദനമേറ്റു. റെയിൽവേ ഗതാഗതത്തെ പണിമുടക്ക് ബാധിച്ചിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ ജനജീവിതം പൊതുവെ സാധാരണ നിലയിലാണ്. വിവിധയിടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് മനീഷ് മഹിബാൽ, കോഴിക്കോട്ട് നിന്ന് ദീപക് ധർമ്മടം, കൊച്ചിയിൽ നിന്ന് ശ്യാംകുമാർ, ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് എന്നിവർ ആദ്യഘട്ടത്തിൽ വിവരങ്ങളുമായി ചേരും. ആദ്യം മനീഷ് മഹിബാലിലേക്കാണ്. മനീഷ്, പലയിടങ്ങളിലും ഈ വാഹനങ്ങൾ തടയുന്ന നിലയുണ്ട്. KSRTC ബസ്സുകൾ തടയുന്ന നിലയുണ്ട്. ഓട്ടോറിക്ഷകൾ തടയുന്ന നിലയുണ്ട്. കടകമ്പോളങ്ങൾ പൊതുവെ അടഞ്ഞുകിടക്കുക തന്നെയാണ്. എന്താണ് തിരുവനന്തപുരത്ത് നിന്ന് പൊതുവായി പങ്കുവെക്കാൻ കഴിയുന്ന വിവരങ്ങൾ? സെക്രട്ടേറിയറ്റിലേതുൾപ്പെടെ ഓഫീസുകളിലെയൊക്കെ സാഹചര്യം എന്താണ് മനീഷ്? സെക്രട്ടേറിയറ്റിലേക്ക് ജീവനക്കാർ, അതായത് മുഴുവൻ ജീവനക്കാരുമില്ല, ചുരുങ്ങിയ ചില എണ്ണത്തിലെ ജീവനക്കാർ എത്തി തുടങ്ങിയിട്ടുണ്ട്. പൊതുഗതാഗതത്തെയാണ് ഏറ്റവും കൂടുതൽ ഈ പണിമുടക്ക് ബാധിച്ചു തുടങ്ങിയിട്ടുള്ളത്. നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ നന്നേ കുറവാണ്. തിരുവനന്തപുരം ഡിപ്പോയിൽ, തമ്പാനൂർ ഡിപ്പോയിൽ നിന്ന് ചുരുങ്ങിയ സർവീസുകൾ മാത്രമാണ് നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സർവീസുകൾ നടത്തുന്നത് നെയ്യാറ്റിങ്കര ഡിപ്പോയിൽ നിന്നാണ്. അവർ 42 സർവീസുകൾ നടത്തുന്നുണ്ട്. ഇവിടെ ഏതാനും ചില ജീവനക്കാർ സന്നദ്ധരായി, ജോലിക്ക് സന്നദ്ധരായി എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എത്തുമ്പോൾ സമരാനുകൂലികൾ സർവീസ് നടത്താൻ അനുവദിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ സർവീസിന് വേണ്ടി വന്നതാണ്? സർവീസിന് വേണ്ടി വന്നതാണ്. ഞാൻ ശാസ്താംകോട്ട സർവീസ് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടെ മുന്നിൽ വാഹനം തടസ്സമായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇവിടെ ഇനി സർവീസ് ടൈം വെച്ച് വിടാനുള്ള ഉദ്യോഗസ്ഥൻ തയ്യാറാവുന്നില്ല. അപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ടൈം വെച്ച് വിടുകയും ആ മുന്നിൽ തടസ്സമായി കിടക്കാൻ വാഹനം മാറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ പോകാൻ എപ്പോഴായാലും സർവീസ് തയ്യാറാണ്. വാഹനം മുന്നിൽ ഇട്ടിട്ട് തടയുകയാണ്. വാഹനം ഒരെണ്ണം ഇവിടെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഇറങ്ങിപ്പോകുന്നില്ലേ? നമ്മൾ ഈ സ്റ്റാൻഡിൽ നിന്ന് ദീർഘദൂര സർവീസുകൾ ഇറങ്ങിപ്പോകുന്ന അവിടെ വഴിയിൽ അവിടെ വാഹനം, ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്, ഐഷറിൻ്റെ ബസ് അവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്. അതെടുത്ത് മാറ്റിയാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ വന്നിരുന്ന സമരാനുകൂലികളെല്ലാം ബോർഡെടുത്ത് മാറ്റിടാ എന്ന് പറഞ്ഞാൽ അവർ ഗുണ്ടായുസം കാണിക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞ ബോർഡെടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവർ കയറി നമ്മളങ്ങോട്ട് സംസാരിച്ചു. അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ടായി. പിന്നെ നമ്മൾ നേരെ അവിടെ കൺട്രോളിങ്ങിൻ്റെ അടുത്ത് പോയി. സമരത്തിൻ്റെ ഭാഗമാവുന്നില്ല. ഇന്നലെ മന്ത്രി പറഞ്ഞതനുസരിച്ച്, പ്രിയപ്പെട്ട മന്ത്രി പറഞ്ഞതനുസരിച്ച് നമ്മൾ സമരത്തിൻ്റെ ഭാഗമാവുന്നില്ല. സർവീസ് പോകാനായിട്ടാണ് വന്നത്. ഇനി ഇവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് പോകാൻ തയ്യാറാണ്. ഞാനിപ്പോൾ രാവിലെ അവിടെ നിന്ന് നെയ്യാറ്റിങ്കര ഗുരുവായൂർ സർവീസ് പോകാൻ വേണ്ടി വന്നതാണ്. യാത്രക്കാരുണ്ടായിരുന്നു. ഒരു പട്ടം ടിക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു ഉള്ളൂർ ടിക്കറ്റ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഇതനുസരിച്ച് ഭാഗമായി ശൗചാലയം കൂടി അടച്ചിട്ടിരിക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടാണത്. ശൗചാലയം അടച്ചത് ഇതുവരെ അങ്ങനെ ഒരു പണിമുടക്കാൻ അങ്ങനെ ഒരു നടപടി ഞാൻ കണ്ടിട്ടില്ല. ശൗചാലയം അടച്ചിരിക്കുകയാണ്. അപ്പോൾ അതൊരു മനുഷ്യത്വരഹിതമായ നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ മുമ്പ് ഒരു പണിമുടക്കാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. കാരണം അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണം വേണ്ടിയെന്ന് ഒഴിവാക്കാം, പക്ഷേ നമുക്ക് മറ്റു കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അത് പറയുന്നതനുസരിച്ച് ഈ ശൗചാലയം, അതായത് ഇവിടുത്തെ ടോയ്ലറ്റ്, തമ്പാനൂർ ഡിപ്പോയിലെ ടോയ്ലറ്റ് അടക്കം ഈ സമരാനുകൂലികൾ അടച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ദൃശ്യങ്ങളിൽ കാണാം മറ്റ് ഡിപ്പോകളിൽ നിന്ന് സർവീസായി ഇവിടെ എത്തിയ വാഹനങ്ങളാണ്. പിന്നീട് ഇവിടെ നിന്ന് സർവീസ് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. ഒപ്പം തന്നെ ഡിപ്പോയ്ക്ക് അകത്തേക്ക് കയറ്റിയ വാഹനങ്ങൾ പുറത്തേക്ക് ഇറക്കാൻ ഈ രീതിയിൽ നേരത്തെ സർവീസിന് സന്നദ്ധനായി വന്ന ഉദ്യോഗസ്ഥന്, ജീവനക്കാരൻ പ്രതികരിച്ചതുപോലെ തന്നെ വാഹനങ്ങൾ വട്ടമിട്ടുകൊണ്ടാണ് ഈ രീതിയിൽ സർവീസ് നടത്താൻ അനുവദിക്കുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ റെയിൽ ഗതാഗതത്തെ കാര്യമായി ബാധിച്ചിട്ടില്ല. അതായത് ഒരു സർവീസുകളും റദ്ദാക്കുക അല്ലെങ്കിൽ സമരാനുകൂലികളെ തടയുക ഒന്നും ചെയ്തിട്ടില്ല. സംസ്ഥാനത്ത് പതിവ് പോലെ തന്നെ സാധാരണ സമയം ട്രെയിൻ ഗതാഗതത്തിൽ പാലിക്കുന്നുണ്ട്. ട്രെയിൻ ഗതാഗതത്തിലുണ്ടായി ദേശീയ പണിമുടക്ക് ബാധിച്ചിട്ടില്ല, യാതൊരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്ന വിവരം.